ആസിഫ് അലിയുടെ ആഭ്യന്തര കുറ്റവാളി എന്ന സിനിമയുടെ ഇന്നലത്തെ കേരള കളക്ഷൻ 96 ലക്ഷമാണ്. ഇതുവരെ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,62 ലക്ഷം രൂപയാണ് ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. 16 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നരിവേട്ട സിനിമ 15,19 ലക്ഷം രൂപയാണ് ഇതുവരെ ബോക്സ് ഓഫീസ് കളക്ഷൻ നേടിയിരിക്കുന്നത്. പ്രിൻസ് ആൻഡ് ഫാമിലി സിനിമയുടെ 30 ദിവസത്തെ കേരള കളക്ഷൻ 16,85 ലക്ഷമാണ്. പടക്കളം സിനിമയുടെ 31 ദിവസത്തെ കേരള കളക്ഷൻ 12,31 ലക്ഷമാണ്. 16 ദിവസം കൊണ്ട് 4,52 ലക്ഷം രൂപയാണ് ഡിറ്റക്റ്റീവ് വിജിലൻസ് സിനിമയുടെ കേരള ഗ്രോസ് കളക്ഷൻ. മിഷൻ ഇമ്പോസിബിൾ ദ ഫൈനൽ റെക്കഗ്നിങ് എന്ന സിനിമയുടെ 22 ദിവസത്തെ കേരള കളക്ഷൻ 3,74 ലക്ഷമാണ്. ദഗ് ലൈഫ് സിനിമയുടെ 3 ദിവസത്തെ കേരള കളക്ഷൻ 1,97 ലക്ഷമാണ്. റിട്ടൺ ആൻഡ് ഡയറക്റ്റഡ് ബൈ ഗോഡ് എന്ന സിനിമയുടെ 3 ദിവസത്തെ കേരള കളക്ഷൻ 26 ലക്ഷമാണ്. ബാലയ്യയുടെ അഖണ്ഡ 2 സിനിമയുടെ ഒഫീഷ്യൽ ടീസർ നാളെ വൈകിട്ട് 6:03 റിലീസ് ചെയ്യും. അല്ലു അർജുൻ അറ്റ്ലി കൂട്ടുകെട്ടിൽ വരാനിരിക്കുന്ന പുതിയ സിനിമയിൽ ദീപിക പദുക്കോണും പ്രധാന ഫീമെയിൽ ലീഡ് ക്യാരക്ടറായിട്ട് എത്താൻ പോകുന്നു. സിനിമയുടെ ഭാഗത്തുനിന്ന് ചെറിയൊരു മേക്കിംഗ് ഗ്ലിംസും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ഫൈറ്റ് സീൻസൊക്കെ ഉള്ള ഒരു ക്യാരക്ടർ തന്നെയാണ് ദീപിക പദുക്കോൺ ഈ ഒരു സിനിമയിൽ ചെയ്യാൻ പോകുന്നതെന്ന് സിനിമയുടെ ക്യാരക്ടർ സ്കെച്ചുകളൊക്കെ കാണുമ്പോൾ മനസ്സിലാവുന്നത്. പ്രഭാസിൻ്റെ സ്പിരിറ്റ് എന്ന സിനിമ ഉപേക്ഷിച്ചാണ് ദീപിക പദുക്കോൺ അല്ലു അർജുൻ ചിത്രത്തിലേക്ക് ജോയിൻ ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ ഓണം റിലീസ് ചാർട്ട് ചെയ്തിരിക്കുന്ന സിനിമകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം, മേനി പ്യാർ കിയ, ഓടും കുതിര ചാടും കുതിര, മദ്രാസി എന്നീ സിനിമകളാണ് ഓണം റിലീസ് നിലവിൽ ചാർട്ട് ചെയ്തിരിക്കുന്ന സിനിമകൾ. ലോകേഷ് കനകരാജ് അമീർ ഖാനെ വെച്ച് ഒരു സൂപ്പർ ഹീറോ ഫിലിം പ്ലാൻ ചെയ്യുന്നുണ്ടെന്ന് അമീർ ഖാൻ ലേറ്റസ്റ്റായി കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിരിക്കുകയാണ്. ഖൈദി 2 ശേഷം ഈ ഒരു സിനിമയുടെ വർക്ക് തുടങ്ങുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. 2026 സെക്കൻഡ് ഹാഫിലായിരിക്കും ഈ ഒരു സിനിമയുടെ ചിത്രീകരണം നടക്കുക. ലോകേഷ് കനകരാജ് സൂര്യയെ വെച്ച് ചെയ്യാനിരുന്ന സൂപ്പർ ഹീറോ ചിത്രമായ ഇരുമ്പുകൈ മായാവി ആയിരിക്കും ഇതെന്നും റിപ്പോർട്ടുകളുണ്ട്. ഒരുപക്ഷെ ഈ ഒരു ചിത്രം ഇരുമ്പുകൈ മായാവി ആണെങ്കിൽ സൂര്യക്ക് വലിയൊരു ഓപ്പർച്യൂണിറ്റി തന്നെയാണ് നഷ്ടമായിരിക്കുന്നത്.